ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഡിസംബർ 14 വചനവിളക്ക് വിചിന്തനത്തിനായി നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ള വചനഭാഗങ്ങളാണ്. തങ്ങൾക്ക് ലഭിക്കാതെ പോയ പുത്ര സൗഭാഗ്യത്തെക്കുറിച്ച് പരാതിപ്പെടാതെ ദൈവസന്നിധിയിൽ അനുദിനം പ്രാർത്ഥനാപൂർവ്വം ശുശ്രൂഷ ചെയ്തു പോന്ന സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ ജീവിതത്തെ നമുക്ക് ധ്യാനിക്കാം. പ്രാർത്ഥന ഒരു സ്രോതസ്സാണ്, ഒരു വാതിലാണ്. അതെപ്പോഴും തുറന്നു കിടക്കണം, എങ്കിലേ ദൈവപദ്ധതി ഫലമണിയൂ. പ്രിയപ്പെട്ടവരെ, പരാതികളില്ലാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം ശുശ്രൂഷ ചെയ്ത ഈ ദമ്പതികളുടെ ജീവിതം നമുക്കും മാതൃകയാക്കാം. ദൈവിക പദ്ധതികളോട് ആമേൻ പറഞ്ഞ പരിശുദ്ധ അമ്മയും വിശുദ്ധ ഔസേ പിതാവും ഉണ്ണീശോയും ഈ ക്രിസ്തുമസ് ദിനങ്ങളിൽ നമുക്ക് മുന്നിൽ പ്രശോഭിക്കുമ്പോൾ ആ പ്രഭയിൽ നമുക്കും ദൈവിക പദ്ധതികളോട് വിധേയപ്പെട്ടവരായി ജീവിക്കാം.